നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്കൊക്കെ അറിയാം ഒട്ടേറെ ഹിന്ദു സംഘടനകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഹിന്ദുവിന് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന ഹിന്ദു സംഘടനകളായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മളെല്ലാവരും ഹിന്ദു സംഘടനകളിൽ വർക്ക് ചെയ്യുന്നവരും അണികളുമായിട്ടുള്ള നമ്മൾ വോട്ട് ചെയ്യുന്ന സംഘടന, രാഷ്ട്രീയ സംഘടന, ഞാനൊരു സംഘടനയും പേരെടുത്ത് വിളിക്കുന്നൊന്നുമില്ല, അത്തരത്തിൽ ആ സംഘടനകൾ നിങ്ങളെ എത്രത്തോളം സഹായിക്കാറുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെ പറയുകയാണെങ്കിൽ, ഈ സംഘടനകൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കും. പക്ഷെ കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ ഒരു കാര്യത്തിനും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ നോക്കുക. അപ്പൊ ഞാൻ ഈ ഓൺലൈൻ മാധ്യമ രംഗത്ത് വന്നതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും, ഒട്ടേറെ ആളുകൾ അവരുടെ ജീവനും ജീവിതവും കൊടുത്ത സംഘടനകൾ പോലും അവർക്കൊരാവശ്യം വന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത സ്വഭാവം. അതുകൊണ്ട് തന്നെ എൻ്റെ പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഹിന്ദു സംഘടനകൾ, അങ്ങനെ തന്നെ പറയാം, കാരണം നമ്മുടെ സംസ്ഥാനം കേരളമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പറന്നു പോവേണ്ട, അന്തംഗമ്മികളും കൊങ്ങികളും ഒക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിഷയം പറയുമ്പോഴേക്കും ഉത്തർപ്രദേശിലേക്കും ഗുജറാത്തിലേക്കും ഒക്കെ പറക്കുന്ന പോലെ നമ്മൾക്ക് പറക്കേണ്ട. നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഇന്ന് നിലവിലുള്ള ഹിന്ദു സംഘടനകളിൽ അതിൽ വെള്ളം ചേർക്കാത്ത ഹിന്ദുത്വം, ഹിന്ദുവിനെ ജീവൻ കൊടുത്തിട്ടായാലും വേണ്ടില്ല സംരക്ഷിക്കും, ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, അവർക്ക് വേണ്ടി ഏതറ്റവും വരെ പോവും എന്ന നിലപാടുള്ള ഒരേ ഒരു സംഘടനയെ ഞാൻ ഇന്ന് കാണുന്നുള്ളൂ. ആ സംഘടനയുടെ പേരാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത്. നമ്മൾക്കറിയാം, പ്രവീൺ ഭായ് തൊഗാഡിയ ജിയാണ് അതിന്റെ നാഷണൽ ലീഡർ. എന്തുകൊണ്ടാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിക്കുന്നിടത്ത് തന്നെ കൃത്യമായിട്ടും ഉത്തരമുണ്ട്. ഹിന്ദുക്കൾക്ക് വേണ്ടി. നോക്കൂ, ഇന്നും എത്രയോ നാളുകളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു നേതാക്കൾ എന്നിട്ടും ഇന്ന് പറയുകയാണ് ഹിന്ദു ഉണർന്നിട്ടില്ല, ഹിന്ദുവിന് ഒന്നും കിട്ടിയിട്ടില്ല, ഹിന്ദു ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഹിന്ദു ഇന്നും ദയനീയമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആരുടെ കുറ്റമാണ് എന്ന് എന്തുകൊണ്ട് ഹിന്ദുക്കൾ ചിന്തിക്കുന്നില്ല? അതുകൊണ്ട് ഇവിടെ ഭരിക്കാൻ വരുന്ന ഏതൊരാളാണെങ്കിലും ഹിന്ദുവിനെ അവരുടെ വെറും ഒരു വോട്ട് ബാങ്കായി കാണുന്ന സിസ്റ്റം നിലവിൽ വന്നതുകൊണ്ട് തന്നെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആ ഹിന്ദു സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. അതിന്റെ നേതാവായിട്ട് പ്രവീൺ ഭായ് തൊഗാഡിയ എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വം വന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ഗോത്ര സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ഗുജറാത്ത് സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് ജിഹാദികൾക്ക് 1-ന് 10 ഗോദ്രയിൽ സന്യാസി വര്യന്മാരെ, 2 ബോഗി നിറയുള്ള സന്യാസി വര്യന്മാരെ ചുട്ടുകരിച്ചു കൊന്ന ജിഹാദികൾക്ക് വയറ് നിറച്ചും കൊടുത്തു. ആ സംഭവത്തിന്റെ പേരാണ് ഗുജറാത്ത് കലാപം എന്ന പേരിൽ നമ്മൾ എല്ലാവരും അറിയുന്നത്. അത്തരത്തിൽ തന്നെ ഹിന്ദുത്വത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ തീവ്രമായിട്ട് തന്നെ തിരിച്ചടി കൊടുക്കുന്ന ഒരു സംഘടന തന്നെയാണ് AHP. അതോടൊപ്പം ഹിന്ദുക്കളുടെ എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് AHP. നോക്കൂ, ശബരിമല വിഷയത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാ എന്തായിരുന്നു. സുപ്രീം കോടതി വിധി പുറത്തു വന്ന സമയത്ത് ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളും വകഭേദമില്ലാതെ കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന സമയത്ത് വെറും 200-നുള്ളിൽ അംഗസംഖ്യ ഉണ്ടായിരുന്ന AHP ആണ് സമരരംഗത്തേക്ക് വരുന്നത്. നാമജപത്തോടുകൂടി റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് സമരരംഗത്തേക്ക് വന്നപ്പോൾ ആയിരക്കണക്കിന് അമ്മമാരും ആയിരക്കണക്കിന് മാതാപിതാക്കൾ അടക്കമുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ, വിശ്വാസി സമൂഹം AHPക്ക് പിറകിൽ അണിനിരന്നപ്പോൾ ഇവിടുത്തെ വല്യേട്ടന്മാർക്ക് തീരുമാനം മാറ്റേണ്ടി വന്നു. ഈ പറയുന്ന സുപ്രീം കോടതി വിധിക്ക് ഒപ്പമല്ല ഞങ്ങൾ, അയ്യന്റെ വിശ്വാസികൾക്കൊപ്പമാണ് ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി. അങ്ങനെ വല്യേട്ടന്മാരൊക്കെ രംഗത്തിറങ്ങി വന്ന് ഈ സമരം ഹൈജാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് രാഷ്ട്രീയപരമായിട്ട് അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തിന്, ഹിന്ദു വിശ്വാസികൾക്ക് ഇന്നും ഇവിടെയുള്ള ഹിന്ദു സംഘടനകളെ എത്രത്തോളം വിശ്വാസമുണ്ട് എന്നത്, ഹിന്ദുത്വത്തിന്റെ പേരിൽ വോട്ട് നേടി വിജയിക്കുന്ന രാഷ്ട്രീയ സംഘടനകളെ വിശ്വാസമുണ്ട് എന്നുള്ളതിന്റെ വലിയൊരു ചോദ്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് AHP എന്ന് പറയുന്ന ഈ സംഘടനയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. എൻ്റെ ശബരിമല അയ്യപ്പന്റെ ആചാര സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയല്ല, അതിനു മേലേക്ക് അതുക്കും മേലെയുള്ള വിധി വന്നാലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞ് ആദ്യം രംഗത്ത് വന്ന AHP, പിന്നെ AHPയുടെ പിന്നാലെ ആളുകൾ കൂടുന്നത് കണ്ടപ്പോൾ അത് ഏറ്റെടുത്ത വല്യേട്ടന്മാർ. അതുകൊണ്ട് തന്നെ AHP എന്ന് പറയുന്ന വെള്ളം ചേർക്കാത്ത ഹിന്ദുത്വ സംഘടന അതിവിടെ വളർന്നു വരേണ്ട ആവശ്യം നമ്മൾക്ക് മാത്രമാണ്, നമ്മൾ ഹിന്ദുക്കൾക്ക് മാത്രമാണ്. നോക്കൂ, AHP അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ എല്ലാ ജില്ലകളിലുമുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ വരുന്ന 10-ാം തീയതി മെയ് 10-ന് മലപ്പുറം ജില്ലയിൽ, നമുക്കറിയാം മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ ഹിന്ദുക്കൾ ഒന്നിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ സംഭവിക്കുക എന്നുള്ളത് പച്ചയ്ക്ക് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന
വരുന്ന 10-ാം തീയതി മലപ്പുറം ജില്ലാ കമ്മിറ്റി രൂപീകരണവും ഗംഭീരമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഇതെല്ലാം തീരുമാനിക്കുന്നത് വലിയൊരു സംഗമം നമ്മൾ നടത്തുകയാണ്. മലപ്പുറം വണ്ടൂരിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഈ മലപ്പുറത്തുള്ള ഹിന്ദുക്കൾ കണ്ണു തുറന്ന് കാണുക, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക, ഇവിടെ എന്താണ് ഹിന്ദു സംഘടനകൾ കാട്ടിക്കൂട്ടുന്നതെന്നും ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കാര്യമുള്ളതെന്നും എന്തെങ്കിലും വല്ല ഗുണമുണ്ടോ എന്നുള്ളതും ഉറക്കെ തന്നെ ചിന്തിക്കേണ്ട ഏറ്റവും അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഒരേ ഒരു രക്ഷയേ ഉള്ളൂ. AHP പോലെയുള്ള അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് പോലെയുള്ള ഈ തീവ്ര സംഘടനയെ പിന്തുണയ്ക്കുക, ഈ സംഘടനയിൽ പ്രവർത്തിക്കുക, അണികളായിക്കൊണ്ടല്ല നേതാക്കന്മാരായിക്കൊണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ രംഗത്ത് വരിക. അതിന് ഇതിൽ ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക. മലപ്പുറത്ത് എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കുക. നമ്പർ ഇതാ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊട്ടേറെ ജില്ലകളിലുള്ള ആളുകൾക്കും ഇതേ നമ്പറിൽ വിളിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പങ്കാളിത്തം പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തുക. അല്ലാതെ വേറെ രക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള, നിങ്ങൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വലിയ സംഭവമായി പ്രകീർത്തിച്ചു കൊണ്ട് നടക്കുന്ന ഹിന്ദു സംഘടനകൾ നമ്മൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടി അവർ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഇവിടെ വെറും സോഷ്യൽ മീഡിയയിലൂടെയുള്ള തള്ളുകളല്ലാതെ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് അക്കമിട്ട് നിങ്ങൾ ചിന്തിക്കുക, സ്വയം ചോദിക്കുക. ആ അക്കമിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇവിടെ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിനെ പോലെ ശക്തമായിട്ടുള്ള അടിത്തറയുള്ള, അതല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം തന്നെ പറയുന്ന, പച്ചയ്ക്ക് തന്നെയാണ് പറയുന്നത്, തീവ്ര ഹിന്ദുത്വം തന്നെയാണ് മുഖമുദ്ര, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം തന്നെയാണ്. അവിടെ വെള്ളം ചേർക്കലില്ല, ക്രിസ്ത്യാനിയുടെ കൈമുത്താനും ജിഹാദിയുടെ ആസനം നക്കാനും പോക്കില്ല. ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ്. അത് തീവ്രവാദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് തീവ്രമായി തോന്നിക്കോട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് അണിചേരുക, ശക്തരാവുക. ഹിന്ദുക്കളെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൽ അണിചേരുക. മലപ്പുറത്ത് ഈ മെയ് 10 നടക്കുന്ന ആ യോഗത്തിൽ നിങ്ങൾ നിർബന്ധമായും പങ്കെടുക്കുക. ഓരോ മലപ്പുറത്തെ ഹിന്ദുവും മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, ഇനിയും നിങ്ങൾക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ദുഷ്കരമായിട്ടുള്ള അവസ്ഥകൾ മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദു ഒന്നിക്കേണ്ടതുണ്ട്, തീവ്രമായി ചിന്തിക്കേണ്ടതുണ്ട്. ഹിന്ദുത്വത്തിൽ വെള്ളം ചേർക്കാത്ത സംഘടന മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. ഇനി അത് മാത്രമേ രക്ഷയുള്ളൂ എന്ന ചിന്ത ഓരോ ഹിന്ദുവിനും വരട്ടെ. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, എല്ലാ ജില്ലയിലും ഇത് സജീവമായിട്ട് പ്രവർത്തനം നടക്കുക തന്നെയാണ്. അതുകൊണ്ട് അതാത് ജില്ലയിലുള്ള ആളുകൾ ഹിന്ദു ഹെൽപ്പ് ലൈൻ്റെ ഈ നമ്പർ 9400860004 എന്നുള്ള ഈ ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെട്ട് നിങ്ങളുടെ ജില്ലകൾ ഏതാണോ ആ ജില്ലകളുമായി ബന്ധപ്പെട്ട് സജീവ പ്രവർത്തനങ്ങളിലേക്ക് വരിക. അണികളായിട്ടും അടിമകളായിട്ടും അല്ല നിങ്ങളെ വിളിക്കുന്നത്, നേതാവായി ശക്തമായി ധീരതയുടെ പോരാട്ട വീര്യത്തോടെ നയിക്കാനാണ് നിങ്ങളെ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.